എന്റെ മക്കൾക്ക് എന്നും അവിടുന്ന് തുണയായിരിക്കണേ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഇനി അമ്മയുടെ സ്ഥാനത്ത് അംബികാമ്മയുടെ കാൽ തൊട്ട് വണങ്ങും. ചെല്ല്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു. ഒരു വേള ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പോലും രണ്ടുപേരും പ്രതീക്ഷിച്ചു. ശരിയാണ് പറഞ്ഞത്. ഒരിക്കലും ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പ്രതീക്ഷിക്കുന്നത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം വിരസവും നിർജീവവുമായി പോവും. പ്രതീക്ഷകളെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ കൊണ്ടുപോയാലേ ജീവിതം സരസവും ആനന്ദകരവുമാവും. സന്ദീപും ദേവൂട്ടിയും ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഒന്നായിരിക്കുന്നു. ഇനി ജീവിതാന്ത്യം വരെ സന്ദീപിന് ദേവൂട്ടിയും ദേവൂട്ടിക്ക് സന്ദീപും പരസ്പരം ഇണയും തുണയുമായിരിക്കണം. കഷ്ടപ്പാടുകളിൽ പരസ്പരം കുറ്റപ്പെടുത്താനോ ദുരിതങ്ങളിൽ കൈവിട്ട് കളയാനോ ഉള്ളതല്ല വിവാഹ ജീവിതം. അത് സന്തോഷത്തിലും സങ്കടത്തിലും ഒരുമിച്ച് നിന്ന് അനുഭവിക്കാനുള്ളതാണ്. രണ്ടുപേർക്കും ആനന്ദകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. ഇനി രണ്ടുപേരും സാക്ഷാൽ മൂകാംബികാമ്മയെ കണ്ടു തൊഴുത് അനുഗ്രഹം വാങ്ങി വന്നോളൂ. എന്റെ മൂകാംബിക ദേവി, ഒടുവിൽ അവിടെ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ.
ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചെങ്കിലും ദേവൂട്ടിയെ നഷ്ടമാവാതെ എനിക്ക് തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചല്ലോ. ദേവി, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ തുണയോ അഭയവും തന്ന് ഞങ്ങളെ കാക്കണമേ. അമ്മേ, എന്നെ കൈവിടാതെ കാത്തതിന് ഞാൻ എങ്ങനെയാ അമ്മയോട് നന്ദി പറയാ?